നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശനെ അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീനാരായണപുരം ടി വെമ്പലൂരിൽ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷവും 11 ദിവസം നീണ്ടുനിന്ന മുഖ്യമന്ത്രി മത്സരത്തിൽ ഒടുവിൽ വിജയിയായി വി.ഡി. സതീശൻ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശനെ അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. 3 പീടികയിൽ നടത്തിയ പ്രകടനത്തിന് മണികാവുങ്ങൽ PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, KK സക്കരിയ, PK നജുമുദ്ദീൻ, അഫ്സൽ ഷഫീഖ്, EA, PA ഗഫൂർ, മണി ഉല്ലാസ്, ഫാത്തിമ അനസ്, സന്ധ്യ രവീന്ദ്രൻ, നാസർ ചെലിങ്ങാട്ട്, ഖാദിർ ചുലൂക്കാരൻ, അലി PM, സുഹൈൽ PS, ജാബിർ BB, ജിംനൂബ്, ഫൈസൽ ബീരു, അമീർ അലി OA തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണപുരം ടി വെമ്പലൂരിൽ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പി വെമ്പലൂർ കുനീറ കാർത്തികേയന്റെ ഭാര്യ 68 വയസ്സുള്ള ലതയാണ് മരിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷവും 11 ദിവസം നീണ്ടുനിന്ന മുഖ്യമന്ത്രി മത്സരത്തിൽ ഒടുവിൽ വിജയിയായി വി.ഡി. സതീശൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർ തമ്മിലുണ്ടായ മത്സരം. KC എന്ന കോൺഗ്രസിലെ അധികായനെ മലർത്തിയടിച്ച് മുന്നിലെത്താൻ സതീശനെ സഹായിച്ചത് സംസ്ഥാനത്തെ ജനവികാരം തന്നെയാണ്. കേവലം MLA-മാരുടെ ഭൂരിപക്ഷം എന്നതിലുപരി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരവും മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ താല്പര്യവും കണക്കിലെടുത്ത് ഒടുവിൽ സതീശൻ എന്ന പേരിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് എത്തേണ്ടി വന്നു. പാർട്ടിക്ക് പുതിയ ഊർജം നൽകാനും വരാനിരിക്കുന്ന ഭരണകാലയളവിൽ ശക്തമായ നേതൃത്വം ഉറപ്പാക്കാനും സതീശന്റെ വരവ് ഉപകരിക്കുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഒടുവിൽ നേതൃത്വം തീരുമാനിച്ചത്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. തൊട്ടാപ്പ് 4 സെന്റ് സ്വദേശിയും SDPI തൊട്ടാപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഇലിയാസിന്റെ മകൻ 12 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. സുഹൃത്തുക്കളായ 2 പേരോടൊപ്പമാണ് ഇജാസ് കടലിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടയിൽ ഇജാസ് തിരയിൽപ്പെട്ടു. ഇതോടെ പരിഭ്രാന്തരായ മറ്റു 2 പേർ കരയിലേക്ക് കയറി വിവരം പരിസരവാസികളെ അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇജാസിനെ കടലിൽ കണ്ടു. ഉടൻ തന്നെ നാട്ടുകാർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ പക്വാട ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുട്ടികളിലെ വളർച്ചാ നിരീക്ഷണം, കുട്ടികളിലെ വികസന പോരായ്മകൾ കണ്ടെത്തൽ എന്നിവയായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. കയ്പമംഗലം പ്രിയദർശിനി ഹാളിൽ നടന്ന ക്യാമ്പയിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ്, RSBK നേഴ്സ് ആശ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗനവാടികളിലെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചത്. ഒരുപാട് കുട്ടികൾ ഹൈറ്റ് കുറഞ്ഞതായിട്ടുള്ള കുട്ടികളുണ്ട്, വെയിറ്റ് കുറഞ്ഞു. ചിലത് പാരമ്പര്യമായിട്ടൊക്കെ വരാം, ചിലത് പാരമ്പര്യം അല്ലാതെ വരുന്നതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു സ്ക്രീനിങ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിലിന്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തുരുത്തി കൊല്ലാറ സെന്ററിന് കിഴക്ക് ഏങ്ങൂർ വിനയാവതി ടീച്ചറുടെ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് BK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി.
കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, മേഖലാ സെക്രട്ടറി ബാബു പണിക്കവീട്ടിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, മേഖലാ ട്രഷറർ KV പ്രസാദ്, രാജേഷ് അറക്കപ്പറമ്പിൽ, മുൻ വാർഡ് മെമ്പർ സജീഷ് സത്യൻ, TN അജയ്കുമാർ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് എന്ത് കൃഷി ചെയ്താലും അത് നന്നായി അതെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് രാജേഷിൻ്റെ കൃഷിയിടത്തിൽ ഒരുപാട് പേര് വന്ന് സ്ഥിരം ഉൽപ്പന്നങ്ങൾ വാങ്ങി പോകാറുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായി ഈ കൃഷിയിടം മാറുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഈ തണ്ണിമത്തൻ സാധാരണ അങ്ങനെ അധികം നമ്മളുടെ നാട്ടിൽ നന്നായി ഉണ്ടാകാറില്ല. പക്ഷേ രാജേഷ് അത് വളരെ നന്നായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്ത് ഒരുപാട് തണ്ണിമത്തൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കർഷക മേഖല എന്നുള്ളത് വളരെ ആദായകരമാണ്. എല്ലാ യുവാക്കളും ഇതിലേക്ക് തിരിയുക എന്നുള്ളതാണ് പറയാനുള്ളത്. നല്ല വരുമാനമാണത്. എല്ലാവരും ഇതിലേക്ക് തിരിയുക, നല്ല തൈകളും വിത്തുകളും പിടിച്ച് ഉൽപ്പാദിപ്പിക്കാൻ നോക്കുക. അതാണ് കുറച്ച് മുൻകട ആദ്യം ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങോട്ട് നല്ല ആദായകരമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ദിവസം 10 കിലോ കയ്പ്പയ്ക്കയും ഒരു 8 കിലോ പയറും ഡെയിലി വെക്കുന്നുണ്ട് ഞാൻ. അതൊരു കിലോ കയ്പ്പയ്ക്ക് 100 രൂപയാണ്, പയറ് 100 രൂപയാണ്. പിന്നെ മത്തൻ, കുമ്പളം, പടവലം, ചീര എല്ലാ ഐറ്റംസ് ഉണ്ട്, വെണ്ടയുണ്ട്. ഒരു ദിവസം എന്തായാലും 10-2000 രൂപ വരുമാനം അതും വന്ന് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതിലേക്ക് വരിക. അതിൻ്റെ പ്രോത്സാഹനം ഞാൻ തരാം. എന്തെങ്കിലും സംശയം എന്നെ വിളിച്ചാൽ ഞാൻ അത് മറുപടി തരാൻ ചെയ്യാം. നാട്ടിക വർഗ സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നീതി സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. നിയുക്ത മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ VB സജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, ഐഷ B. മുഹമ്മദ്, KK അജിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR ഹരി, ഷീബ സതീഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഹരിലാൽ മാണിയത്ത്, ഡോക്ടർ KB സജു, മുസ്തഫ കമാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഷീന വിഷൻ, CB അബ്ദുൾ സമദ്, MU ഉമറുൽ ഫാറൂഖ്, ഷൈന ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ സുബൈദ അബ്ദുൾ ജബ്ബാർ, AV പ്രദീപ് ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർ BS ജോത്സിന എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പഠന ഉപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരിഞ്ഞനം, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. മാതൃകാപരമായ ഒരു വികസന സമീപനം സഹകരണ പ്രസ്ഥാനത്തിനുണ്ടാവണം. ഞാൻ എന്നും പറയാറുള്ളതാണ്, കേവലമായ കുറേ കുറിയൊക്കെ നടത്തി കുറേ ഡെപ്പോസിറ്റൊക്കെ വാങ്ങി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക മാത്രമാണ് ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് പലരും തെറ്റായി ധരിച്ചിട്ടുണ്ട്. അത് വേണ്ട എന്നല്ല, അത് വേണം, എന്നാലും നിലനിൽക്കുള്ളൂ. പക്ഷെ അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം സമൂഹത്തിൻ്റെ വളർച്ചയാണ്, മാനവികതയുടെ വളർച്ചയാണ്. ആ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതായത് മനുഷ്യ വിഭവ വികസനമാണ് ശരിയായ വികസനം എന്ന ലോകം പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂലധനാധിഷ്ഠിതമായ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ളതാണ് വികസനമെന്ന് പൊതുവിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി മാറി എന്ന് മനുഷ്യ വിഭവ വികസനത്തിന് ഊന്നൽ നൽകുകയും വികസിപ്പിക്കപ്പെട്ട മനുഷ്യ വിഭവത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് അമർത്യാസനൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ലോകം തിരിച്ചറിയുക. ഗുരുവായൂരിൽ പഴയ റൂറൽ ബാങ്ക് ബിൽഡിംഗിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാം, അഫ്സൽ, ബിബിൻ, ചാക്കോ, അബിൻ ആന്റണി, റിൻഡോ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്.
യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും അഗ്നിരക്ഷാസേനയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് നീക്കം ചെയ്തു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ ദൗത്യം പൂർത്തിയാക്കിയത്. ബുധനാഴ്ച രാത്രിയിലാണ് പള്ളിപ്പുറം സ്വദേശിയായ യുവാവിനെ ജനനേന്ദ്രിയത്തിൽ സ്പാനറും വളയവും കുടുങ്ങിയ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും കുടുങ്ങിയത് മൂലം മൂത്രം പോകാൻ കഴിയാതെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു യുവാവ്. ആശുപത്രി അധികൃതർക്ക് ഇവ മാറ്റാൻ കഴിയാത്തതിനെ തുടർന്ന് ഡോക്ടർ ഷെബീൽ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു. തളികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് ICDS തളികുളത്തു നിന്നും വിരമിക്കുന്ന 24 അങ്കണവാടി പ്രവർത്തകർക്ക് ആദരവും ഉപഹാര സമർപ്പണവും നടത്തി. വനിതാ ശിശു വികസന വകുപ്പ് മികച്ച പ്രവർത്തകർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വാടാനപ്പള്ളി പഞ്ചായത്ത് 25-ാം നമ്പർ അങ്കണവാടി വർക്കർക്കും ഹെൽപ്പർക്കുമുള്ള അനുമോദനവും നൽകി. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ CM നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ചേറ്റുവ ഡിവിഷൻ മെമ്പർ ശ്രീ ഇർഷാദ് ചേറ്റുവ സ്വാഗതം പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P. വിനു, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സജിത PI എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ അംഗം അമൽ T. പ്രേമൻ, ബ്ലോക്ക് മെമ്പർമാരായ സന്തോഷ് കേരച്ചൻ, KB സുധ, ഹസീന താജു, ഷൈന മുഹമ്മദ്, TP സോമൻ, ഷോല മഹേഷ്, ഷാമില സലീം, താര ബാബു, അജ്മൽ ഷരീഫ്, രാജിഷ ശിവജി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS രജികുമാർ, CDPO ശുഭ നാരായണൻ, ICDS സൂപ്പർവൈസർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, അംഗനവാടി പ്രവർത്തകർ തുടങ്ങി 400ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ബ്ലോക്ക് പരിധിയിൽ നിന്ന് 24 അംഗൻവാടികളിൽ ബ്ലോക്ക് പരിധിയിൽപ്പെടുന്ന 24 അംഗൻവാടിയിൽ 24 പേരാണ് വിരമിക്കുന്നത്. 24 പേരാണ് ഇന്ന് വിരമിക്കൽ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും കരുതലും അതുപോലെ ആദ്യ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ്, അതുപോലെ അവരുടെ പരിചരണത്തിനായി കൂടെ നിൽക്കുന്ന ഹെൽപ്പേഴ്സ്, അവരുടെ സേവനത്തിനുള്ള ഒരു ആദരവാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ഇനിയും നല്ല സന്തോഷത്തോടെ ഇനിയുള്ള ജീവിതവും തുടർന്നു പോകട്ടെ എന്നും, അതുപോലെ ICDSൽ നിന്നും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് കിട്ടിയ വാടാനപ്പള്ളി 25-ാം നമ്പർ അംഗൻവാടി ടീച്ചർ ഷീജ ടീച്ചർ, അവിടുത്തെ ഹെൽപ്പറായ സുബി ചേച്ചി, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം എറണാകുളം മരട് കായലിനരികിൽ കണ്ടെത്തി. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൈവളപ്പിൽ സന്തോഷിന്റെ മകൻ 25 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. ഈ മാസം 10-ന് പാലക്കാടുള്ള സുഹൃത്തിനെ കാണുവാൻ അശ്വന്ത് പോയിരുന്നു. അന്നേ ദിവസം തന്നെ പാലക്കാട് നിന്നും മടങ്ങിയതായി സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ബിരുദാനന്തര ബിരുദധാരിയായ അശ്വന്ത് രചിച്ച കവിതകളുടെ സമാഹാരം പുറത്തിറക്കാൻ ഒരു കാത്തിരിപ്പിലായിരുന്നു. SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. ആമ്പല്ലൂരിൽ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ച് മരിച്ചു. വെണ്ടൂർ സ്വദേശി മഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ 58 വയസ്സുള്ള ബിജിയാണ് മരിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ അകത്തേക്കുള്ള സർവീസ് റോഡിലാണ് അപകടം നടന്നത്. സർവീസ് റോഡിലെ പോയിരുന്ന സ്കൂട്ടർ തെന്നി ബിജി ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബിജിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സർവീസ് റോഡിലെ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതും തകർന്നതും ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാവുകയാണ്. അകമലയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പഴയന്നൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉണ്ണികൃഷ്ണ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ 2 മാസത്തിനുള്ളിൽ 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ അനധികൃത കച്ചവടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു.
ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. രാമനാട്ട് വീട്ടിൽ ജുമൈല ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നടപടി. ഫെബ്രുവരി 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കേസിൽ ആരോപണ വിധേയരായ ഇരിങ്ങപ്പുറം സ്വദേശി കൂക്കയിൽ വീട്ടിൽ വിശ്വനാഥൻ, ഭാര്യ അബിത എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഉത്തരവ്. കടം വാങ്ങിയ പണത്തിന്റെ പലിശ ആവശ്യപ്പെട്ട് അബിത നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന്റെ മനോവിഷമത്തിലാണ് ജുമൈല ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് ജുമൈലയുടെ മകൻ ഷിനാസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഹർജിക്കാരനു വേണ്ടി അഭിഭാഷകരായ KB ഹരിദാസ്, R ആനന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്തു നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ആസാം സ്വദേശി ജുഡൂൻ ഡോളിയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡംഗം മുജീബ് റഹ്മാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ബ്ലൂ സ്റ്റാർ സ്പെഷ്യൽ ഗ്രെയിൻ കഞ്ചാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, പ്രദീപ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ വലപ്പാട് സ്വദേശികളെ നാടുകടത്തി. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശികളായ കണ്ണപ്പറമ്പിൽ വീട്ടിൽ സുരമോൻ എന്ന നിഖിൽ, കാരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന ജിതിൻ എന്നിവരെയാണ് 3 മാസത്തേക്ക് നാടുകടത്തിയത്. സമൂഹത്തിന്റെ അവഗണനയും തെരുവ് ജീവിതത്തിന്റെ ദുരിതങ്ങളും അനുഭവിച്ച നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. മതിലകം പൊക്ലായിൽ താമസിച്ചിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മുൻ MLA E.T. ടൈസൺ മാസ്റ്ററിന്റെ ഇടപെടൽ മൂലം മതിലകം ഗ്രാമപഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും കൈകോർത്തതോടെയാണ് ഈ കുടുംബങ്ങൾക്കായി വീടുകൾ ഉയരുന്നത്. ഓരോ കുടുംബത്തിനും വീടിനും സ്ഥലത്തിനുമായി 6 ലക്ഷം രൂപ വീതം മതിലകം പഞ്ചായത്തിലൂടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. പരിമിതമായ തുകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷന് വേണ്ടി മതിലകം പുന്നക്ക ബസാർ വൈപ്പിപ്പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 5 വീടുകളുടെയും തറക്കല്ലിടൽ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മാള ഏരിയ കോർഡിനേറ്റർ KM നാസർ മാസ്റ്റർ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ചിഞ്ചു അനീഷ്, അസീന ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പാലക്കലിൽ നിന്ന് സ്കൂട്ടർ മോഷണം പോയി. വെങ്ങണിശ്ശേരി തൃശൂർക്കാരൻ വീട്ടിൽ സന്തോഷിന്റെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ഇയാൾ പാലക്കലിൽ സ്കൂട്ടർ വെച്ച് തൃശൂരിലെ ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴാണ് സ്കൂട്ടർ മോഷണം പോയതായി കണ്ടെത്തിയത്. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈപ്പമംഗലം കല്ലായിൽ ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ആഘോഷിച്ചു. ഇതോട് സംബന്ധിച്ച് രക്ഷത്തിനും ഭഗവതിക്കും പൂജ, നവക പഞ്ചഗവ്യാധി, കലശപൂജ, കലശാഭിഷേകം, മുത്തപ്പന് രൂപക്കളം, സർവേശ്വര പൂജ, ഭഗവതി സേവ, താലം വരവ്, കലശം, കലാപരിപാടികൾ, നായാടി സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ്, പ്രമോദ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK നാരായണൻ, വേണു കല്ലയിൽ, സുബ്രഹ്മണ്യൻ കല്ലയിൽ, സുരേഷ് കല്ലയിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശനെ അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കൈപ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീനാരായണപുരം T. വെമ്പലൂരിൽ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷവും 11 ദിവസം നീണ്ടുനിന്ന മുഖ്യമന്ത്രി മത്സരത്തിൽ ഒടുവിൽ വിജയിയായി VD സതീശൻ.
ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.